നോമ്പ് ജീവന്റെ അപ്പത്തിന്റെ പങ്കാളികളാകുവാനുള്ള ക്ഷണം. നോമ്പ് കാലഘട്ടം ജീവന്റെ അപ്പത്തിന്റെ പങ്കാളികൾ ആകുവാനുള്ള ക്ഷണം. ക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന്റെ തലേ ദിവസം വ്യാഴാഴ്ച ശിഷ്യന്മാർക്കായിട്ട് ഒരു വിരുന്നൊരുക്കുകയാണ്. അവിടെ കർത്താവ് അപ്പം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതെന്റെ ശരീരമാണ്. വീഞ്ഞ് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതെന്റെ രക്തമാണ്. ഇനി മുതൽ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. തന്റെ ശരീരത്തെ അപ്പമായി ശിഷ്യന്മാർക്ക് പങ്കിട്ടുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിൽ പുതിയ മന്ന ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. എന്നെ ആഹരിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. എന്നെ കേൾക്കുന്ന യുവജനമേ, നിങ്ങളുടെ ഭൗതികമായ വിശപ്പുകൾ തീർക്കുവാനും ക്രിസ്തുവിന് കഴിയും. നിങ്ങൾ ആത്മീകമായ വിശപ്പുകളെ ശമിപ്പിക്കുവാനും കർത്താവിന് കഴിയും. ഏത് ആവശ്യമായിട്ടാണോ നിങ്ങൾ കർത്താവിന്റെ അരികിലായിരിക്കുന്നത്, ആ ആവശ്യം ഇന്ന് പൂർത്തീകരിക്കും. ഭൗതികമായ വിശപ്പാണെങ്കിൽ 5 അപ്പത്തെ 5000 നൽകുവാൻ, മരുഭൂമിയിൽ മന്ന നൽകി പോഷിപ്പിക്കുവാൻ ഈ കർത്താവിന് കഴിയും. ആത്മീകമായ നിങ്ങളുടെ വിശപ്പുകളാണ് തീരേണ്ടതെങ്കിൽ തന്റെ ജീവിതത്തെ അപ്പമാക്കി നൽകുവാൻ കർത്താവ് തയ്യാറാണ്. ഏതാണ് നമുക്ക് ഏറ്റവും ആത്യന്തികമായ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഒരിക്കലും വിശക്കാത്ത ജീവന്റെ അപ്പത്തിന്റെ അംശങ്ങളായിട്ട് മാറുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.